ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ ചക്കയുടെ വിഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് എന്നും ഓരോരോ വിധത്തിൽ ചക്കയുടെ വിശേഷങ്ങളാണല്ലോ കൊണ്ടുവരുന്നത് എന്ന്. കാരണം നമുക്ക് ഈ ചക്കയുടെ സീസൺ എന്ന് പറയുന്നത് ഇത്രത്തോളമേ ഉള്ളൂ. ആ സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ചക്ക കൊണ്ടുള്ളതെല്ലാം ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. പിന്നീട് നമ്മൾ ആലോചിച്ചാൽ ചക്ക കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ചക്കയുടെ വിഭവങ്ങൾ എല്ലാം ഓരോന്നായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചക്ക വിളയിക്കാനായിട്ടാണ് പോകുന്നത്. നല്ല 2 ചക്കപ്പഴം എനിക്ക് കിട്ടി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ചക്കപ്പഴം ഇവിടെ എത്തിച്ചത് കേട്ടോ. നമ്മുടെ പറമ്പിലുള്ളതല്ല, കുറച്ച് ദൂരത്തുനിന്നാണ് ഞാനത് കൊണ്ടുവന്നത്. അതിനെ അങ്ങനെ വെട്ടിയിരിഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ അത് നന്നാക്കി ഞുറുക്കിയൊക്കെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തതുപോലെ അരച്ചെടുക്കുന്നത്. എല്ലാം നന്നായി അരച്ചെടുത്തു. അപ്പം മുമ്പത്തെ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് ഞാനിത് പറയട്ടെ. കുറച്ച് ആദ്യം തന്നെ ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ, നടി പിടിക്കാതിരിക്കാൻ. ഇത് ഉരുളി ഞാനിപ്പോൾ ഒരുപാട് വർഷമായി ഉരുളി ഉപയോഗിച്ചിട്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് അതിലേക്ക് പിടുത്തം കൂടും. പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്കിത് തേച്ച് വെളുപ്പിക്കാനായിട്ട് എൻ്റെ കൈക്ക് അത്ര ശക്തി പോരാ. അതുകൊണ്ടാണ്, ഇങ്ങനല്ല ഓട്ടുരുളി ഞാൻ തേച്ചെടുക്കുന്നത്, നല്ല വെട്ടിത്തിളങ്ങും. അപ്പം അതിന് അതിൻ്റേതായ കുറവുകളൊക്കെ ഉരുളിക്കുണ്ട് കേട്ടോ. പക്ഷേ ക്ലാവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ചെറുതായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ നമ്മളതിലേക്ക് ഈ ചക്ക ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ചവിട്ടി പിടിക്കരുത്. അടിയിലെ തീ എത്രയുണ്ടോ അത്രയും നല്ല തീയാണെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചവിട്ടി പിടിച്ചിട്ട് അങ്ങ് കരിഞ്ഞു പോകുവേ. പുത്തനുരുളി എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഉരുളിയാണെന്നുണ്ടെങ്കിൽ അത്ര വേഗത്തിൽ അടുക്കി പിടിക്കില്ല. എങ്കിലും ചക്കയല്ലേ, കട്ടി കൂടുതലുള്ളത് കൊണ്ട് ചൂട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടോ, നന്നായി ചൂട് കയറി ആവിയൊക്കെ പറക്കുന്നുണ്ടല്ലോ. അപ്പോൾ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം കുറുകലായി. എന്താ വെച്ചാൽ വെള്ളമൊക്കെ വറ്റി കുറച്ചും കൂടെ അങ്ങ് കട്ടിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇതാ വീണ്ടും നമ്മുടെ ചക്ക നമ്മൾ ഇളക്കിക്കൊണ്ടേയിരുന്നു. തീ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ആയിട്ട് ചൂട്ടി പിടിക്കാതെ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3/4 ഭാഗവും ഇതിൻ്റെ എന്താ പറയുക, മൂപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ മാറ്റി വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ചക്ക അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളതാണ് ഇപ്പം മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഉള്ളതിനകത്തേക്കാണ് ഞാൻ കുറച്ചുകൂടി നെയ്യ് ചേർത്തിരിക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചക്ക വരട്ടിയായിട്ട് എടുത്ത് നമുക്ക് വെച്ചിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും. ചക്ക വരട്ടിയാകുമ്പോഴത്തേനും നല്ലതായിട്ട് കുറച്ചുകൂടെ ഡ്രൈ ആവണം, അതിനാണ് ഉദ്ദേശിക്കുന്നത്. അലുവയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ കശുവണ്ടി പരിപ്പോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലും അതൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ അവനവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പിന്നെ നമ്മൾ ചക്ക വരട്ടിക്കകത്ത് അങ്ങനെ കശുവണ്ടി പരിപ്പൊന്നും ഇട്ട് വെക്കാറില്ല കേട്ടോ. ഇതിന് നന്നായി ഇളക്കി വീണ്ടും നല്ല ഡ്രൈ ആക്കി എടുത്തു വയ്ക്കണം. നല്ലൊരു മണമൊക്കെ ഇപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ അതുണ്ടാക്കി കഴിക്കുന്നവർക്ക്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ കുറേ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതിൻ്റെ ഉരുള പോലെ ഉണ്ടയായിട്ട് പിടിച്ച് ഇങ്ങനെ നല്ല എന്താ പറയുക, മിനുക്കി ഇങ്ങനെ പാത്രത്തിലിട്ട് വെക്കുമായിരുന്നു. ഒരു കേടാവത്തൊന്നുമില്ല. പിന്നെ ഒത്തിരി നാൾ ഇരുന്നാൽ ചെറുതായിട്ട് ഒരു പക്ഷേ പൂപ്പൽ വരും. എന്നാലും അതൊന്നും നമ്മളതെടുത്ത് കളയത്തില്ല. അതിൻ്റെ പുറത്തു നിന്ന് പൂപ്പലൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ പണ്ട് കഴിക്കുമായിരുന്നു. ഇപ്പോൾ പൂപ്പലെന്ന് കണ്ടാൽ അപ്പോഴേ നമ്മളെടുത്ത് കളയുമല്ലേ. പിന്നെ ഞാൻ പറയാമെന്നൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ചക്ക ഇങ്ങനെ മിക്സി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ചക്ക വെറുതെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ, ഈ ഉരുളിയിലിട്ട് ഇങ്ങനെ ഇളക്കി വേവിച്ച്
വെന്തുടഞ്ഞ് തന്നെ പിന്നെ ഇതുപോലെ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മിക്സിയൊക്കെ കിട്ടുന്നത്. പിന്നീടല്ലേ ഇങ്ങനെ അരച്ചെടുക്കലുമൊക്കെ തുടങ്ങിയത്. അപ്പോൾ എത്ര എളുപ്പമുണ്ട്. പിന്നെ ഇത് മുഴുവനോടെ അരിഞ്ഞിട്ടിട്ട് ഇത് ഇളക്കി വേവിച്ചെടുക്കുമ്പോഴത്തേനും എത്ര സമയം പിടിക്കുമെന്നറിയാമോ. ഇതിന് തന്നെ നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ തന്നെ ഇളക്കി എടുക്കാൻ നല്ലൊരു പണിയാണിത് ചെയ്തെടുക്കാനായിട്ട്. ഇതിനകത്തോട്ട് ഞാൻ ഏലക്കാപ്പൊടി ചേർക്കുന്നേ. ഏലക്കായും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. കുറച്ച് ജീരകം നല്ലതാണ്. ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചിടുന്ന നല്ല ടേസ്റ്റ്, നല്ല മണമാണ്. ഈ സൈഡിലുള്ളതെല്ലാം ഇതുപോലെ സ്പൂണും കൊണ്ട് നമ്മളൊന്ന് ചിരണ്ടി എടുത്ത് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ കുറേ പിടിച്ചിരിക്കും. ഞാൻ പറഞ്ഞിട്ട് ഉരുളി ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാണ് ഇത്ര അധികം പിടിക്കുന്നത്. അല്ല, ഇത്ര അധികം പിടിക്കത്തില്ല കേട്ടോ. ഇത് ഞാൻ ലേഹ്യമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഈ ഉരുളിയിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. സൈഡിൽ നിന്ന് ഉള്ളതെല്ലാം ഇങ്ങനെ ചിരണ്ടി എടുക്കുക, അതുപോലെ നിരത്തിയിട്ട് കൊടുക്കുക. അപ്പോഴത്തേനും കൂടുതൽ ഉണങ്ങി നമുക്ക് കിട്ടും പെട്ടെന്ന്. കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് ഇളക്കൽ ലാഭമാകും. പക്ഷേ അടി പിടിക്കാതെ എപ്പോഴും നോക്കണം. അങ്ങനെ ചെയ്യുക. പിന്നെ ഈ കൂടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്ബൊക്കെ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരണം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ഇടുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരെയും കൂടി പരിചയപ്പെടുത്തുക കേട്ടോ. എൻ്റെ ഒരു ചെറിയ ചാനലാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കുകയാണ്. നല്ല നല്ല ടിപ്സുകളും കുറേ കുഞ്ഞു വീഡിയോസുകളൊക്കെ കിടക്കുന്നുണ്ട്. അതായത് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടതും കേട്ടതും പഠിച്ചതുമായിട്ടുള്ളൊക്കെ രീതിയിൽ ചെയ്യുന്ന ഓരോരോ രീതികളാണ് ചെയ്യുന്നത്. എളുപ്പമാർഗ്ഗത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേറെ പ്രയോജനപ്പെടും. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി ഇവിടെ ഡ്രൈ ആയി വന്ന് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇതിപ്പോൾ പശപ്പ് കുറഞ്ഞ ചക്കയാണ്, അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ മതി. അപ്പോൾ ഇതിന് ചായക്കൊക്കെ കഴിക്കാനായിട്ട് എടുക്കാം. പണ്ടൊക്കെ വിരുന്നുകാർ വരുമ്പോൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ, വലിയൊരു പലഹാരമായിട്ട്. അപ്പോൾ ഇനി ഞാനിത് 2 പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്നത് നമ്മുടെ ചക്ക അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഫ്രീസറിൻ്റെ അടിയിലത്തെ തട്ടിൽ അങ്ങനെ വെച്ചാൽ മതി. പിന്നത്തേത് ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെറുതെ വെച്ചാലും മതി. മറ്റേത് ഫ്രീസറിലും വേണേൽ വയ്ക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.